കണ്ണൂർ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ന് BLOമാരുടെ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ എന്ന ജോലി ബഹിഷ്കരിക്കും. NGO അസോസിയേഷൻ നേതൃത്വത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. അനീഷ് ജോർജിന്റെ മൃതദേഹം ഇന്നാണ് സംസ്കരിക്കുക. മുഹമ്മദ് റഗീസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതുപോലെ പയ്യന്നൂരിലെ അനീഷിന്റെ വീട്ടിന് സമീപം നിന്ന് അരുൺ പാറക്കലും ചേരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വരും. ആദ്യം റഗീസിലേക്ക്. റഗീസ്, ഗുഡ് മോർണിംഗ് ടു അരുൺ പാറക്കൽ ആൻഡ് റിനു ശ്രീധർ. പറയൂ, എന്തായാലും BLO സമ്മർദ്ദത്തിന് വിധേയനായി മരിച്ചുവെന്ന് കുടുംബം പറയുമ്പോൾ ജില്ലാ ഭരണ മേധാവികൾ പറയുന്നത് അങ്ങനെ സമ്മർദ്ദമൊന്നും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഇല്ല എന്നുള്ളതാണ്. പറയും. SKN ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ BLOമാർക്ക് സമ്മർദ്ദമില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയാണ് കളക്ടറുടെ ഒരു വിശദീകരണം ഈ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്. അതിൽ യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദം BLOമാർക്ക് ഉണ്ടായിട്ടില്ല. അനീഷ് ജോർജിനെ ഫീൽഡ് ഓഫീസർ അടക്കമുള്ളവർ സഹായിച്ചിരുന്നു. അനീഷ് ജോർജ് തൻ്റെ ജോലി ഏതാണ്ടൊക്കെ പൂർത്തിയാക്കിയിരുന്നു. 22% മാത്രമാണ് ജോലി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 50 ഫോമുകൾ മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇന്നലെ രാവിലെ വിളിച്ചപ്പോഴും അനീഷ് പറഞ്ഞിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത്. അതായത് ബൂത്തിന്റെ ചുമതല ഉണ്ടായിരുന്നയാൾ ഈ അനീഷിനെ വിളിച്ചിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞത് 50 ഫോമുകൾ മാത്രമേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ, അത് താൻ നൽകാനുള്ളൂ, തിരികെ വാങ്ങാൻ ഫോം ബാക്കിയുണ്ട്, പക്ഷേ ഈ ഫോം നൽകിയ ശേഷം താൻ തന്നെ അത് വാങ്ങിക്കോളാം, ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ഇന്നലെ രാവിലെ 8:45 അനീഷ് പറഞ്ഞതായിട്ടാണ് കളക്ടർ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അപ്പോൾ നിരന്തരമായി ഉദ്യോഗസ്ഥർ അനീഷിനെ വിളിച്ചിരുന്നു എന്നും അനീഷിന് മേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല, അനീഷ് കൃത്യമായി ജോലി ചെയ്തു പോന്നിരുന്നു, അതുകൊണ്ട് തന്നെ അനീഷിന് മാത്രമായി പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഭീഷണി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് കളക്ടർ അടിവരയിട്ട് പറയുകയാണ്. പക്ഷേ BLOമാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവർ പൊതുവെ പറഞ്ഞു വെക്കുമ്പോൾ അവരെല്ലാവരും അനീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ SIRമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ വാർഡുകളുമായി ബന്ധപ്പെട്ടും അവരുടെ ബൂത്തുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. അപ്പോൾ അനീഷ് പ്രധാനമായിട്ടും കഴിഞ്ഞ 14 ദിവസങ്ങളായി ഇതിന്റെ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതാണ്ട് അനീഷിന് നൽകേണ്ടിയിരുന്ന ഫോം 1200ഓളം ഫോമുകളാണ് അനീഷിന് വിവിധ വീടുകളിലായി നൽകേണ്ടിയിരുന്നത്. പ്രധാനമായും ആദ്യ തവണ മാത്രമായ ഒരു BLO ആകുന്ന വ്യക്തി, അദ്ദേഹത്തിന് ആ സ്ഥലത്തെ എല്ലാ വീടുകളുമായും വലിയ പരിചയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ വീടുകളിൽ പോയി ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിലാണ് ഇത്തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയുമൊക്കെ, അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയുമൊക്കെ അദ്ദേഹം കുറേ ഫോമുകൾ എടുത്തു വെച്ച് വീട്ടുകാരോട് താൻ ഇതൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചിരുന്നു എന്ന് കുടുംബം ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി, മരണവുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് ഈ CPM ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന ആരോപണം വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഇന്ന് നൽകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കം പറയുകയും ചെയ്യുന്നത്. SKN. താങ്ക് യു മുഹമ്മദ് റഗീസ്. ഇനി പയ്യന്നൂരിലാണ് അനീഷ് ജോർജിൻ്റെ വീട്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായി പോയി. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു BLOയുടെ ഒരു ജോലി ഏറ്റെടുത്തത്. അപ്പോൾ ഈ ജോലി വളരെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ തന്നെ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായതാണെന്ന് തോന്നുന്നു. അരുൺ പാറക്കൽ പയ്യന്നൂരിലെ വീടിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സംസ്കാരം എപ്പോഴാണ് അരുൺ? SKN ഗുഡ് മോർണിംഗ്. SKN ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ ഏറ്റുകുടക്കയിലുള്ള അനീഷ് ജോർജിൻ്റെ വീടിന് മുന്നിലാണ്. ഇപ്പോൾ പൊതുദർശനമാണ് വീട്ടിൽ നടക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം 3 മണിയോടുകൂടി, വൈകിട്ട് 3 മണിയോടുകൂടി സമീപത്തെ ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ അനീഷ് ജോർജിൻ്റെ വീട്ടിലേക്ക് ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ദുരന്തമാണ്, വലിയ ഒരു സങ്കടകരമായ വിവരമാണ്. കാരണം ഈ SIRമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ശേഖരിക്കുക എന്നത് വലിയ പ്രയാസമാണ് എന്ന് നേരത്തെ തന്നെ BLOമാർ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നു. വലിയ സമ്മർദ്ദം, ജോലിഭാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആളുകളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും, അത് തലേ ദിവസം പോലും ഈ വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു. ഈ കുട്ടികൾക്കൊക്കെ അസുഖമുള്ള സമയത്ത്, അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്, കുട്ടികൾക്കൊക്കെ അസുഖമുള്ള സമയത്ത് കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത
വയ്യാത്തൊരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ പറഞ്ഞിരുന്നു എന്ന് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ജില്ലാ കളക്ടർ ഇപ്പോൾ നൽകിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് ജോലിഭാരമില്ല എന്നാണ് ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഈ കുടുംബം തള്ളി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം അയൽവാസി ചേരുകയാണ്. SKN, അദ്ദേഹത്തിന് വലിയ ജോലിഭാരം ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. 2 ദിവസം എൻ്റെ മോൻ്റെ വീട്ടിൽ വരുമ്പോഴും ഇതേ വലിയ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിരുന്നു, മോനോട് പറഞ്ഞിരുന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്നോടും പറഞ്ഞു. ഒന്നാമത് ആൾക്കാരെ ഒന്നും അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഓരോ വീടുകളും കാണാനോ ആൾക്കാരെ അറിയാനോ. അപ്പം ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വീട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. SKN അതുതന്നെയാണ്, വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രദേശം കൃത്യമായി അറിയാത്ത ഒരാളാണ്. അദ്ദേഹം ആദ്യമായാണ് ഈ BLOന്റെ ജോലി തന്നെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് വലിയൊരു ജോലിഭാരം, വലിയൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായതെന്നാണ് പറയുന്നത്. താങ്ക് യു. അരുൺ പാറക്കലാണ് പയ്യന്നൂരിലെ അനീഷ് ജോർജിന്റെ വീട്ടിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്. ഇനി തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ ചേർന്നു. ഇന്ന് BLOമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റിലൊക്കെ തന്നെ അവരുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് റിനു ശ്രീധർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് BLOമാർ പറയുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ രീതിയിൽ അതിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് BLOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. SIR ജോലിയിൽ നിന്ന് അവർ ബഹിഷ്കരിക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഒപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് BLOമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം 11 മണിയോടുകൂടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഓരോ ജില്ലകളിലും മുഖ്യ വരണാധികാരി, അതായത് കളക്ടർമാരുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു ജോലിയല്ല ഇത് എന്നുള്ളതാണ് BLOമാർ അറിയിക്കുന്നത്. അത്തരം ഒരു ജോലി തങ്ങളിൽ അടിച്ചേൽപ്പിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭാരം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം എന്നുള്ളതാണ്. എന്തായാലും അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് അല്ലെങ്കിൽ പ്രതിഷേധമാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 11 മണിയോടുകൂടി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ പാളയത്തെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധവുമായി ഇവർ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.